ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 29-ാം ദിവസം. പാപത്തിൽ അവസാനം വരെ നിലനിൽക്കുന്നവൻ റുഹാദ ഖുദ്ദാസിന്റെ ഇഷ്ടക്കേടിൽ മരിക്കുന്നു എന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: പാപി നശിക്കാതെ പിന്തിരിഞ്ഞു ജീവിക്കാനായി ദൈവം ഏറ്റവും ക്ഷമയോടെ പ്രവർത്തിക്കുന്നു. കർത്താവ് ഓർസ്ലേമിനെ കാണുകയിൽ അതിന്റെ നാശത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. അനുദമിക്കുന്നില്ല എങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പാപിയുടെ നാശത്തെ മനസ്സാകാതെ അവന് നിത്യഭാഗ്യം നൽകുവാൻ വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളെയും ധാരാളമായി കൊടുക്കുന്ന നല്ല ദൈവമായ പരിശുദ്ധാരൂപിയെ, നിന്റെ ദിവ്യ സഹായങ്ങളെ വകവയ്ക്കാതെയും തങ്ങളുടെ രക്ഷമേൽ വിചാരമില്ലാതെയും നടക്കുന്ന നിർഭാഗ്യപാപികളുടെ മേൽ നീ കൃപയായിരിക്കണമേ. ലോകപ്രപഞ്ചത്തിന്റെ മായയിൽ ഉറങ്ങുന്ന അവരെ ഉണർത്തുവാൻ തക്കതായ വരപ്രസാദത്തെ അവർക്ക് നൽകണമേ. ബലഹീനരുടെ ധൈര്യമേ, ആദത്തിന്റെ പാപഫലമായി ലഭിച്ചിരിക്കുന്ന അജ്ഞതയാലും ബലഹീനതയാലും വീണു പോകുന്നതിന്റെ പൈതങ്ങളെ നീ തന്നെ താങ്ങിക്കൊള്ളണമേ. നിന്റെ വെളിവ് കൂടാതെ മനുഷ്യൻ തിന്മയല്ലാതെ ഒന്നുമില്ല. നീ മയപ്പെടുത്താതിരുന്നാൽ ഞങ്ങൾ പാപത്തിൽ കടുത്തവരായി ശരണക്കെടി നശിച്ചു പോവുകയും ചെയ്യും. ഞങ്ങളുടെ ഭോഷത്വം അളവുള്ളതാകുന്നു, നീയോ എന്നാൽ അനുഗ്രഹത്തിൽ അളവില്ലാത്തവനും അത്രയും. ഓ അനുഗ്രഹത്തിന്റെ ദൈവമായ റുഹാദ ഖുദ്ദാസേ, ഞങ്ങളെ സൃഷ്ടിച്ചപ്പോഴത്തെ ആ കരുണയും സ്നേഹവും ഞങ്ങളെ രക്ഷിപ്പാനും നീ പ്രയോഗിക്കണമേ. ഞങ്ങൾ ക്ഷീണിതരെങ്കിൽ നീ ഞങ്ങളുടെ ശക്തിയാകുന്നു. ഞങ്ങൾ രോഗികളെങ്കിൽ നീ വൈദ്യനാകുന്നു. ഞങ്ങൾ അശുദ്ധരെങ്കിൽ നീ ശുദ്ധമാക്കുന്നതിനുമല്ലയോ. ഞങ്ങൾ വഴിതെറ്റിപ്പോയാൽ നീ വഴികാട്ടിയും വെട്ടവുമല്ലയോ. ഞങ്ങൾ ദൂരത്തിലെങ്കിൽ നീ കൃപ നിറഞ്ഞ പിതാവും അത്രേ. ആകയാൽ തെറ്റിപ്പോകുമ്പോൾ നല്ല പിതാവിനെ പോലെ തേടി പിടിച്ച് ഞങ്ങളെ നീ കൈക്കൊള്ളണമേ. ഞങ്ങൾ നിന്നെ വീണ്ടും ഉപേക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി ശക്തമായ വരപ്രസാദം ഞങ്ങൾക്ക് തരണമേ. വഴിപിടിച്ച് നടന്ന ആഗസ്തീനോസിനെ നീ നേർവഴിക്കാക്കി പൗലോസിന്റെ ഹൃദയകാഠിന്യത്തെ നീ മാറ്റുകയും ചെയ്തു. അവരോടുകൂടി ഞങ്ങളും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യുവാനുള്ള അനുഗ്രഹം നല്ല ദൈവമായ പരിശുദ്ധാരൂപിയെ ഞങ്ങൾക്ക് നീ തന്നരുളയണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: എന്റെ ശരണം മുഴുവൻ പരിശുദ്ധാരൂപിയിൽ ഞാൻ വയ്ക്കും. തന്നെ ദുഃഖിപ്പിക്കാതിരിക്കുവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. ഭാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.